ഹലോ, മല്ലു സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോജക്റ്റ് ഫയൽ ഞാൻ തരാൻ പോകുന്നത്. ലിയോയുടെ ടൈറ്റിലിൻ്റെ പ്രോജക്റ്റ് ഫയൽ. ഒരു പ്ലഗിൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആഫ്റ്റർ എഫക്റ്റിൽ നിങ്ങളുടെ പേരോ ലോഗോ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഈ ഒരു ആഫ്റ്റർ എഫക്റ്റിൻ്റെ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് കാണാൻ പറ്റും എഡിറ്റ് ടെസ്റ്റ് ബാക്ക്, എഡിറ്റ് ടെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഈ രണ്ട് കോമ്പോസിഷൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഈ ഒരു ടെസ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ടെസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഞാൻ വേറൊരു പേര് കൊടുക്കാൻ പോകും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാനായിട്ട് ഈ ക്യാരക്ടർ എന്നുള്ളതിൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ സൈസ് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഈ ഒരു മൗസ് പോയിന്റ് സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററാക്കി വെക്കാം. ഈ ഒരു സിമ്പൽ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇച്ചിരി എസ് പ്രസ് ചെയ്ത് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഈ എസ് പ്രസ് ചെയ്യുക, ഇപ്പോൾ സ്കെയിൽ വരും. ഓക്കെ, അപ്പം ഈ ഒരു സൈഡിലെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഈ ഒരു റൗണ്ട് വെച്ചേക്കുന്നത്, ഇത് ഈ റൗണ്ടിൻ്റെ വെളിയിലോട്ട് നമ്മുടെ ലോഗോയോ ടെസ്റ്റോ പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, റെൻഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഹൈഡ് ചെയ്യണം. ഇതിപ്പം വ്യൂ ആണ്, അതായത് ഞാൻ എൻ്റെ ലോഗോ പ്ലേസ് ചെയ്തതിന് ശേഷം ഞാനിത് ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലോഗോ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ലോഗോ ഇമ്പോർട്ട് ചെയ്തിടും. അതിനുശേഷം ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ലോഗോ കാണാൻ പറ്റാത്തത് ലോഗോയ്ക്ക് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻസി ഗ്രിഡ് ഓൺ ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം ഈ സ്കെയിൽ ചെയ്ത് നമ്മുടെ ഈ റൗണ്ടിനുള്ളിലായിട്ട് ഈ ലോഗോ വെക്കണം. അതിനുശേഷം ഈ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ലെയർ ആട്ടോ ട്രേസ്. ഓക്കെ, ചാനൽ ആൽഫ കൊടുക്കുക, അപ്ലൈ ന്യൂ ലെയർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഇമ്പോർട്ട് ചെയ്ത ലോഗോ ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ഒരു വൈറ്റ് ട്രേസ് ചെയ്തിട്ടുള്ള പാർട്ട് മതി. ഓക്കെ, മാസ്കിൻ്റെ. ഓക്കെ, ഇനി ഇത് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലപോലെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഈ ഒരു റൗണ്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം, അതായത് ലോഗോ ഫിക്സ് ചെയ്തു, നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു മെയിൻ റണ്ടർ കോമ്പിലേക്ക് വരിക. അവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലോഗോ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അല്ലേ? ലോഗോയും ടെസ്റ്റും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഈ ഒരു മോഷൻ ബ്ലറിൻ്റെ ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് എനേബിൾ ചെയ്താൽ ഈ കോയിന് കുറച്ച് മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ആകും. ഓക്കെ, ഇതിപ്പം റെൻഡർ ടൈമിൽ മാത്രം നമുക്കിത് ഒന്ന് എനേബിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ സിസ്റ്റം ഇച്ചിരി സ്ലോ ആവും. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഞാനിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഫയല് പ്രിവ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഏത് ലോഗോയും ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം.
ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചേഞ്ച് ചെയ്യാം. ഈ സ്റ്റാറൊക്കെ നമുക്ക് മൂവ് ചെയ്യാം. സ്റ്റാറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ സിംഗിളായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു താഴത്തെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്യുകയോ സൈസ് വലുതാക്കുകയോ ഒക്കെ ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 6 പ്രസ് ചെയ്യുക. ലെറ്റർ 6 പ്രസ് ചെയ്യുമ്പോൾ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ വരും. നമ്മൾ എന്ത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നോ അത് ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ അതവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഫയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.